നമ്മൾ ഈ 3 ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഇതിന്റെ സ്കോർസ് എടുക്കുമ്പോൾ നമ്മൾ ഈ 3 ടെസ്റ്റിന്റെ ഒരു ആവറേജ് സ്കോർ എടുത്തിട്ടാണോ അതിനകത്ത് നമ്മൾ ഇൻസൈറ്റ്സ് കണ്ടുപിടിക്കുന്നത്? അതോ കുറച്ചുകൂടി ഒരു ഇൻ ഡെപ്ത് ഒരു മൈക്രോ ലെവൽ അനാലിസിസ് പോസിബിൾ ആണോ? 3 ടെസ്റ്റിൻ്റെ ഒരു ആവറേജ് സ്കോർ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരു പ്രശ്നം, നമ്മളുടെ ഒരു സ്കോറേ നമുക്ക് മനസ്സിലാവുന്നുള്ളൂ. പക്ഷെ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഏത് സബ്ജക്ട്സിലാണ് നമ്മൾ സ്കോർ ചെയ്തതെന്നും ഏത് സബ്ജക്റ്റിലാണ് നമ്മൾ മിസ്റ്റേക്സ് വരുത്തിയതെന്നും നമ്മൾ കൃത്യമായി അനലൈസ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു മൈക്രോ ലെവൽ അനാലിസിസ് അവിടെ പോസിബിൾ ആണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്കറിയാം UPSCയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പൊളിറ്റി, എക്കണോമി, ഹിസ്റ്ററി, ആർട്ട് ആൻഡ് കൾച്ചർ, എൻവയോൺമെൻറ്റ് സയൻസ് ആൻഡ് ടെക്നോളജി, അങ്ങനെ ഇത്രയും ടോപ്പിക്സ് നമുക്കുണ്ട്. അപ്പോൾ അതിൽ ഈ ഓരോ ടോപ്പിക്സിലും നമുക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊരു പാറ്റേൺ ഉണ്ട്. ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, കോൺസെപ്റ്റൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, കറണ്ട് അഫേഴ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പിന്നെ PYQ റിലേറ്റഡ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ഒരു മൈക്രോ അനാലിസിസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് 3 ടെസ്റ്റിൽ നമുക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ നോക്കണം ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് നമ്മൾ എത്രത്തോളം തെറ്റിക്കുന്നുണ്ട്, കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് നമ്മൾ എത്രത്തോളം തെറ്റിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എത്രത്തോളം നമുക്കും തെറ്റ് വരുന്നുണ്ട്. ഓക്കെ, ഇനി PYQ റിലേറ്റഡ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എത്രത്തോളം മിസ്റ്റേക്സ് വരുന്നുണ്ട്. ഇത്തരം ലെവലിൽ ഒരു അനാലിസിസ് നമുക്ക് പോസിബിൾ ആണ്. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, സപ്പോസ് ഫാക്ച്വൽ ലെവലിൽ ഉള്ള ക്വസ്റ്റ്യൻസ് ഒരു കുട്ടി ക്രമാതീതമായി തെറ്റിക്കുന്നു എന്ന് കരുതുക. അതിൻ്റെ അർത്ഥം എന്താണ്? ആ കുട്ടി ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചൊന്ന് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അതേസമയം കോൺസെപ്ച്വലാണ് കൂടുതൽ തെറ്റുന്നതെങ്കിലോ അത്തരത്തിൽ ഓക്കെ PYQ റിലേറ്റഡ് ആയിട്ട് നമ്മൾ എന്തായാലും ടെസ്റ്റ് ചെയ്യുമ്പം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അത്തരത്തിൽ കുറേ ക്വസ്റ്റ്യൻസ് തെറ്റിക്കുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ആ കുട്ടിക്ക് PYQs റിലേറ്റഡ് ആയിട്ട് അല്ലെ PYQs വേണ്ട രീതിയിൽ നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലൊരു അനാലിസിസ് നമുക്കവിടെ പോസിബിൾ ആയിരിക്കും ശരിക്കും. അതിനെന്തായാലും ഈ ഒരു 3 ടെസ്റ്റ് നമുക്ക് ഉപകാരപ്പെടും.